നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഹൻസിക കൃഷ്ണയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരുന്നു. ഹൻസിക തന്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം പങ്കുവച്ച ഒരു ബോൾഡ് വീഡിയോ പുറത്തായതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. സോഷ്യൽ മീഡിയയിൽ ഹൻസിക സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൽ വീട്ടുകാർക്കാണ് കൂടുതൽ വിമർശനങ്ങളും നേരിടേണ്ടി വന്നത്. ഇപ്പോഴിതാ ഈ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹൻസിക. ഒരു മാസത്തിന് ശേഷം തെറ്റ് തന്റേതാണെന്ന് ഏറ്റുപറഞ്ഞ വീഡിയോ പങ്കുവച്ചതിന് പിന്നിലെ കാരണം വ്യക്തമാക്കുകയാണ് താരപുത്രി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹൻസികയാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 3 ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയെ ചുറ്റിപ്പറ്റി ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധയും വിഡ്ഢിത്തവുമായ തീരുമാനമായിരുന്നു. അതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഞാൻ വലിയ വേദനയിലും കുറ്റബോധവും മാനസിക ഭാരവും ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഒടുവിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചത്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത് നേരിട്ട് എന്നിൽ നിന്ന് കേൾക്കുന്നത് ഒരു വ്യത്യാസം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇപ്പോഴും ആ വീഡിയോ എന്തിനാണ് പോസ്റ്റ് ചെയ്തത് എന്ന് കൃത്യമായി അറിയില്ല. അത് ഒരു തെറ്റായിരുന്നു. ആ നിമിഷത്തിൽ വേണ്ടത്ര ചിന്തിക്കാതെയാണ് ഞാനത് ചെയ്തത്. പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എനിക്ക് അതിൽ ഖേദം തോന്നി. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കി. ഉടൻ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. എന്നാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ സബ്സ്ക്രിപ്ഷനിലുണ്ടായിരുന്ന ചിലർ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. പലരും ഞാനിത് പണത്തിനും പ്രചാരണത്തിനുമായി ചെയ്തതാണെന്ന് ആരോപിച്ചു. ചിലർക്ക് അങ്ങനെ തോന്നാൻ കാരണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതിന് പിന്നിൽ അത്തരമൊരു ഉദ്ദേശവും ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. 20 വയസ്സുള്ള ഒരാളാണെന്ന നിലയിൽ എൻ്റെ ജീവിത ചെലവുകൾ സ്വയം വഹിക്കാൻ കഴിയുന്ന തരത്തിൽ സമ്പാദിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. വർഷങ്ങളായി നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ സ്നേഹവും പിന്തുണയും കൊണ്ട് പബ്ലിസിറ്റി എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതോ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ളതോ ആയ ഒന്നല്ല. ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന മറ്റൊരു കാര്യം, എൻ്റെ സഹോദരി ഒരു വർഷത്തിലേറെയായി പരിശ്രമിച്ചൊരുക്കിയ ഒരു മ്യൂസിക് വീഡിയോയും അതിൽ ഞാനും അഭിനയിച്ചിരുന്നതും ഈ സംഭവത്തിന് വെറും 3 ദിവസം ശേഷമാണ് റിലീസ് ചെയ്തത്. എൻ്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് അതിൻ്റെ റിലീസിന് തൊട്ടുമുമ്പ് അവളുടെ പ്രയത്നത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നും ഞാൻ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. ഭാഗ്യവശാൽ ആ സംഭവം മ്യൂസിക് വീഡിയോയെ ബാധിച്ചില്ല. എങ്കിലും ഇതെല്ലാം ആസൂത്രിതമായ ഒന്നല്ലെന്നായിരുന്നുവെന്നും അതിന് പിന്നിൽ മുൻകൂട്ടിയുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നുവെന്നും ആളുകൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സത്യസന്ധമായ തെറ്റായിരുന്നു. അതിൽ ഞാൻ ആഴത്തിൽ ഖേദിക്കുന്നു. ജീവിതകാലം മുഴുവൻ അതിൽ ഖേദിച്ചേക്കാം. എൻ്റെ പ്രവൃത്തി കാരണം യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച 2 ആളുകളേ ഉള്ളൂ, ഞാനും എൻ്റെ കുടുംബവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവത്തിന്റെ മാനസികാഘാതവും അതിന്റെ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നത് ഞങ്ങൾ മാത്രമാണ്. മറ്റാർക്കും ഞങ്ങളെപ്പോലെ നേരിട്ട് ബാധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ബുള്ളിങ്ങും അധിക്ഷേപങ്ങളും വിദ്വേഷവും എന്നെ വളരെ വേദനിപ്പിച്ചത്. ഒരു പബ്ലിക് ഫിഗർ ആയതിനാൽ ആളുകൾ എൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുമെന്നത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് വെറും വിമർശനത്തെക്കാൾ ഏറെ മുന്നോട്ട് പോയി. ചിലർ ഈ വിഷയത്തെ തങ്ങളുടെ അക്കൗണ്ടുകളിലെ എൻഗേജ്മെന്റ് കൂട്ടാനുള്ള ഒരു അവസരമാക്കി മാറ്റി. നിരവധി വീഡിയോകൾ ഉണ്ടാക്കി. എന്നെയും എൻ്റെ മുഴുവൻ കുടുംബത്തെയും ലക്ഷ്യമാക്കി വളരെ വേദനിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുകയും വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. മറ്റൊരാളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നവരോടോ സൈബർ ബുള്ളിങ്ങിൽ ഏർപ്പെടുന്നവരോടോ എനിക്ക് ഇനി ഒന്നും പറയാനില്ല. എൻ്റെ തെറ്റ് ഒരു വശത്ത് മാറ്റിവെച്ചാൽ ഈ അനുഭവം ഒരു മനുഷ്യനോട് ആളുകൾ എത്ര എളുപ്പത്തിൽ ഇത്രയും വിദ്വേഷം കാണിക്കാനാകുമെന്ന് എന്നെ ആലോചിപ്പിച്ചു. പ്രത്യേകിച്ച് അത് അവരുടെ വ്യക്തി ജീവിതത്തെ യാതൊരു തരത്തിലും ബാധിക്കാത്ത ഒരു വിഷയമായിരിക്കുമ്പോൾ. ഞാനിവിടെ സഹതാപം തേടാനോ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ വന്നിട്ടില്ല. കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിച്ചതെന്നുമാണ് ഹൻസിക പറഞ്ഞത്. അതേസമയം ബോൾഡ് ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ഹൻസികയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം പങ്കുവച്ചതാണെന്നായിരുന്നു ആരോപണം. മാത്രമല്ല 299 രൂപയായിരുന്ന സബ്സ്ക്രിപ്ഷൻ ചാർജ് 390 രൂപയായി ഹൻസിക വർദ്ധിപ്പിച്ചെന്നും വൈറലായതോടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയെന്നുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു.
399 രൂപ നിരക്കിൽ 2777 സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചപ്പോൾ താരത്തിന്റെ മാസ വരുമാനം 10 ലക്ഷം കടക്കുകയും ചെയ്തിരുന്നു. ബോൾഡ് വീഡിയോ ലീക്കായപ്പോൾ ഹൻസികയ്ക്ക് വിമർശനം വന്നത് നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ കൂടിയായിരുന്നു. അതിനുള്ള കാരണവും കുറിപ്പിൽ ഹൻസിക വ്യക്തമാക്കി. ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനാണ് താൻ നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് ഹൻസിക പറഞ്ഞു. ആദ്യം സബ്സ്ക്രിപ്ഷൻ നിർത്തലാക്കാനാണ് തീരുമാനിച്ചിരുന്നതെന്നും കൂടുതൽ വിവാദമുണ്ടായാലോ എന്ന് കരുതി അതിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നും ഹൻസിക പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ നിരക്ക് 299 രൂപയിൽ നിന്ന് 399 രൂപയാക്കി ഉയർത്തിയതിനെ കുറിച്ചും പലരും ചോദിച്ചിരുന്നു. ഈ സംഭവം വലിയ വിവാദമായതിനു ശേഷം എന്റെ ആദ്യത്തെ തീരുമാനം സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായി അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ അത് കൂടുതൽ ഊഹാപോഹങ്ങൾക്കും നെഗറ്റീവ് പ്രതികരണങ്ങൾക്കും കാരണമാകുമെന്നും ഞാൻ കരുതി. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുമെന്ന പ്രതീക്ഷയിൽ നിരക്ക് ഉയർത്തിയത്. ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്റെ സത്യം ആത്മാർത്ഥമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ സംഭവത്തിന് ശേഷം സബ്സ്ക്രിപ്ഷനുകളിൽ ഉണ്ടായ പെട്ടെന്നുള്ള വർധനവിലൂടെ ലഭിച്ച മുഴുവൻ തുകയും ഒരു സാമൂഹിക ആവശ്യത്തിനായി ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ വ്യക്തിപരമായി 1 രൂപ പോലും സ്വീകരിച്ചിട്ടില്ല. എന്റെ പ്രവൃത്തികൾ കാരണം വേദനിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്ത എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങളിൽ പലരെയും നിരാശരാക്കിയെന്ന് എനിക്കറിയാം. അതെന്നെ ഏറെ വേദനിപ്പിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരു നിമിഷത്തെ മോശം തീരുമാനത്തിന്റെ ഫലമായിരുന്നുവെന്നും അതിന് പിന്നിൽ യാതൊരു മോശം ഉദ്ദേശമോ മുൻകൂട്ടിയുള്ള പദ്ധതിയോ ഉണ്ടായിരുന്നില്ല എന്നും നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അനുഭവം എനിക്ക് കഠിനമായെങ്കിലും വിലപ്പെട്ട ചില പാഠങ്ങൾ പഠിപ്പിച്ചു. വരും വർഷങ്ങളിൽ ഇത് എന്നെ കൂടുതൽ വിവേകവും പക്വതയുമുള്ള ഒരാളാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംഭവം ചിലരുടെ കണ്ണിൽ എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ടാകാം. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.